എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ നടക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് കേരളത്തിൽ BJP എത്ര സീറ്റ് പിടിക്കും, BJPയുടെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, കേരളത്തിൽ ആര് ഭരിക്കും എന്നുള്ളൊരു പ്രീപോൾ സർവേയാണ് ഇപ്പോൾ എല്ലാ ചാനലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിൽ ഈ 2026 ആരെങ്കിലും ഭരിക്കണമെങ്കിൽ ഒന്നുകിൽ BJPയുടെ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ ഈ LDF ആയാലും UDF ആയാലും ഒരു മുന്നണിയായിട്ട് ഇവിടെ ഭരിക്കേണ്ട, ഇന്ത്യ മുന്നണിയായിട്ട് ഭരിക്കേണ്ട ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഇപ്പോൾ പൊടുന്നനെ ഈ കുറച്ച് ദിവസം മുന്നേ BJPക്ക് വലിയ സാധ്യതയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് വലിയൊരു ചർച്ച വരുന്നത്. അത് FCRA, അതായത് FCRA എന്ന് വെച്ചാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, അതായത് അത് അമെൻഡ് ചെയ്തിരിക്കുകയാണ്. 2020 അവസാനമായിട്ട് അത് അമെൻഡ് ചെയ്തത്. ആ അമെൻഡ് ചെയ്തതിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹമല്ല, ബിഷപ്പുമാരും അതിനെ തലപ്പത്തിരിക്കുന്ന ക്രിസ്ത്യൻ സംഘടനകളെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത് നമുക്കറിയാം. കേരളത്തിലെ പൊളിറ്റിക്കൽ ആ ഒരു സെനാരിയോ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ക്രിസ്ത്യൻ സമൂഹം BJPയായിട്ട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഇതിലാണ് പല സർവേകളിലും പറയുന്നത് BJPക്ക് 5-10 സീറ്റുകൾ കിട്ടും എന്നുപോലും പറയുന്നത്. അതായത് ക്രിസ്ത്യാനികൾ ഒന്നടങ്കം, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കേരളത്തിൽ ഈ തീവ്ര LDFും UDFും നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രമായ മുസ്ലിം പ്രീണനത്തിന് എതിരെയായിട്ട് അതിന് മനം നൊന്നിട്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് BJP ജയിപ്പിക്കും എന്നുള്ള നറേറ്റീവാണ് കേരളത്തിലുള്ളത്. അപ്പോൾ പൊടുന്നനെ അങ്ങനെയുള്ളൊരു നറേറ്റീവ്, അങ്ങനെയുള്ളൊരു ആംബിയൻസ് ഉള്ള കേരളത്തിലോട്ട് ആ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത് അത് അമെൻഡ് ചെയ്ത് കൊണ്ടുവരുന്നത്? അതായത് അവർക്കറിയാം, വ്യക്തമായിട്ടറിയാം, ഇപ്പം കോൺഗ്രസ് ആയാലും LDF ആയാലും UDF ആയാലും ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കും എന്ന്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും തെരഞ്ഞെടുപ്പ്, 5ഓളം സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ രീതിയിൽ കോലാഹലങ്ങൾ, ചന്ദ്രഹാസം മുഴക്കും എന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ BJPയുടെ കേന്ദ്ര നേതൃത്വം FCRA അമെൻമെൻറ്റ് ബില്ല് കേന്ദ്രത്തിൽ അവതരിപ്പിച്ച് ഇപ്പോൾ ടെമ്പററി ആയിട്ട് അത് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഒരു ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. അത് BJPയുടെ സാധ്യതകൾ ഇല്ലാതാക്കാൻ പോകുന്ന തരത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതായത് കേന്ദ്ര നേതൃത്വം, BJPയുടെ കേന്ദ്ര നേതൃത്വം ഇത്രക്ക് മണ്ടന്മാരാണോ? അത് കേരളത്തിൽ BJPക്ക് ഒരു 5-10 സീറ്റ് കിട്ടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു, ക്രിസ്ത്യാനികളൊക്കെ ഒരുമിച്ച് വോട്ട് ചെയ്യാൻ പോകുന്നു. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഈ ബില്ല് എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വെച്ചു? അതായത് അത് ഫ്രീസ് ചെയ്തു. ഓഫ് കോഴ്സ് അത് ഫ്രീസ് ചെയ്തു. അതിന് പിന്നിൽ പൊളിറ്റിക്കൽ കാരണങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതിലേക്ക് വരുന്നതിന് മുന്നേ ഇവിടെ വലിയ രീതിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടായിരിക്കാം കേന്ദ്ര നേതൃത്വം ഇത്തരത്തിലുള്ള ചർച്ച മുന്നോട്ട് വെച്ചത്? അതായത് ഒരിക്കലും അവർ മണ്ടന്മാരായിട്ടല്ല ഇവിടുത്തെ മാതൃഭൂമിയായാലും മനോരമയായാലും പത്രങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതായത് BJPയുടെ സാധ്യതകൾ എല്ലാം ഇല്ലാതായി പോയി. ഈ FCRA ഒരു ചർച്ച വന്നതോടുകൂടി BJPക്ക് വോട്ട് ചെയ്യാൻ മുട്ടി നിന്ന ക്രിസ്ത്യാനികളൊക്കെ ഇനി BJPക്ക് വോട്ട് ചെയ്യില്ല എന്ന തരത്തിലുള്ള നറേറ്റീവ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ ശരിക്കും BJP കുഴിച്ച കുഴിയിൽ വീണു പോവുകയാണ് ചെയ്തത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ടെമ്പറേറ്റ് അത് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഫ്രീസ് ചെയ്തിരിക്കുന്ന BJPയുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് തന്നെയാണ്. ഈ 5ഓളം സംസ്ഥാനങ്ങളിൽ ഇനി ഇലക്ഷന് ശേഷം BJP അത് പാസ്സാക്കിയെടുക്കും. ഒരു ഇതും വേണ്ട. അതായത് ഒരുപാട് ബില്ലുകൾ ഇവിടെ ഒരു ചർച്ചയാകാതെ BJP പാസ്സാക്കി എടുത്തിട്ടുണ്ട്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഈ ബില്ലും പാസ്സാക്കി എടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇവിടെ BJP സഭാ നേതൃത്വത്തിനെതിരെയും ഇവർക്കെതിരെ മുന്നിലേക്ക് ഒരു കണ്ടീഷൻ വെക്കുകയാണ്. എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലാകാലങ്ങളായിട്ട് ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ക്രിസ്ത്യാനികൾ BJPക്ക് വോട്ട് ചെയ്യുന്നൊരു ആംബിയൻസ് ഉണ്ടാകുന്നു. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ വോട്ട് വീഴുന്നില്ല. അതായത് സഭാ നേതൃത്വം, ഇവിടെ സഭാ തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊക്കെ BJPയുടെ നേതാക്കന്മാരെയും കേന്ദ്ര നേതൃത്വത്തെയും വലിയ രീതിയിൽ സുഖിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവസാനമാകുമ്പോൾ അവരൊരു ഇടയിലേഖനം ഇറക്കുന്നു, BJPക്ക് വോട്ടൊന്നും പെട്ടിയിൽ വീഴുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇനി ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു നേതാവ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ അദ്ദേഹം പല വലിയ കോർപ്പറേറ്റ് കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അയാൾക്കറിയാം എങ്ങനെയാണ് ഒരു വലിയ അയാൾക്ക് നല്ല അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉണ്ട്. അതായത് ഉദ്ദേശിച്ച രീതിയിലുള്ള ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്ന് അദ്ദേഹം നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന് ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതായത് IT കമ്പനി, ഇങ്ങനെ കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. പല ടാർഗറ്റ് ഉണ്ടാവും. എന്താ പറയണ്ടേ, ഇന്ന ദിവസത്തിൽ ഇന്ന കാര്യങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കണം, അത്രയും ടാർഗറ്റുകളുണ്ടാവും. അപ്പോൾ ഈ ഒരു ടാറ്റിക്സാണ് കേരളത്തിൽ BJP പായിട്ടുന്നത്. അതായത് പെട്ടെന്ന് ഫ്രീസ് ചെയ്തു. ഈ FCRA അമെൻമെൻറ്റ് ബില്ല് അങ്ങ് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ കേരളത്തിൻ്റെ സഭാ നേതൃത്വത്തിൻ്റെ മുന്നിലേക്ക് BJP വലിയൊരു സാധനം വെച്ച് നീട്ടുകയാണ്. അതായത് ഇത്രയും കാലം പറഞ്ഞ് പറ്റിച്ച പരിപാടി ഇനി നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത്തരത്തിലൊരു കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അതായത് ഈ വരുന്ന 2026 നടക്കാൻ പോകുന്ന കേരള ഇലക്ഷനിൽ BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡാമേജ്, അത് BJPക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വോട്ടുകൾ, അത് ക്രിസ്ത്യൻ വോട്ടുകൾ പെട്ടിയിൽ വീണില്ലെങ്കിൽ അവിടെ പണി പാളുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ ഒരു കാരണമാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ എന്താണ് ഇത്, പിന്നെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് എന്താണ് ഞാൻ വിശദമായി പറഞ്ഞു തരാം. അത് 2020 അവസാനമായിട്ട് ഈ FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അമെൻഡ് ചെയ്തത്. അതായത് ഇനി ഇപ്പോൾ നടക്കുന്ന അമെൻമെൻറ്റിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ്
ഈ 50% അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആയിട്ട് കാണാൻ പറ്റും. അതായത് ഫോറിൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഫോറിൻ പുറം രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം ഒരു NGOക്ക് 100 കോടി വന്നു. ഈ 100 കോടി വന്നു കഴിഞ്ഞാൽ 50% അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ട് ഈ ഏത് NGO ആണ് അവർക്ക് അത് പുട്ടടിക്കാം വേണമെങ്കിൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പുട്ടടിക്കാം. ബാക്കി 50 കോടി മാത്രം സ്പെൻഡ് ചെയ്താൽ മതി. പക്ഷേ ഇപ്പോഴത്തെ പുതിയ അമെൻമെൻറ്റിൽ 2026 അമെൻമെൻറ്റിൽ അത് 20% ആയിട്ട് കുറഞ്ഞു. അതായത് നേരത്തെ 50 കോടി അവർക്ക് വേണമെങ്കിൽ പുട്ടടിക്കാം, പക്ഷേ ഇപ്പോൾ അവർക്ക് 20 കോടി മാത്രമേ പുട്ടടിക്കാൻ പറ്റൂ. 80% അവിടെ അവർ എന്താ പറയുക ജനങ്ങൾക്ക് വേണ്ടി അത് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ശരിക്കും ഈ മെത്രാന്മാരും ഇത്രയുള്ള ആൾക്കാരൊക്കെ എന്തിനാണ് അലോസരപ്പെടുന്നത്? ഈ ഫോറിൻ ഫണ്ട് വരുന്നത് തന്നെ ഇവിടുത്തെ ജനങ്ങളെ ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഓരോരോ പാവപ്പെട്ട ആൾക്കാർക്കും വേണ്ടി അവരുടെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും അവർ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അത് നേരത്തെ 50% മാത്രമേ സ്പെൻഡ് ചെയ്യുള്ളൂ ഇവർ, പക്ഷെ ഇപ്പോൾ 80% സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോൾ എന്താണ് ശരിക്കും ആൾക്കാർ കൈയടിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇതിനെതിരെ അവർ വലിയ രീതിയിൽ ചന്ദ്രഹാസം മുഴക്കുന്നതിന് പിന്നിലുള്ള ചേതോവികാരം അവർക്കധികം പുട്ടടിക്കാൻ പറ്റില്ല എന്ന് കൊണ്ട് തന്നെയാണ്. പിന്നീടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു അക്കൗണ്ടബിലിറ്റി വന്നു. അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ. അതായത് ഫോറിൻ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്ന ആൾക്കാരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ നിന്നോ കൺട്രീസിൽ നിന്നോ ഇവിടുത്തെ ഏതെങ്കിലും NGOs ഏതെങ്കിലും സംഘടനകൾ ഫണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം അലേർട്ട് ചെയ്യും. അതായത് നമ്മുടെ ഗവൺമെൻറ് അലേർട്ട് ചെയ്യും. അപ്പോൾ ഗവൺമെൻറ് അലേർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇങ്ങനെയുള്ള ഇല്ലീഗൽ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത്തരം ഡീറ്റെയിൽസിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ആ പണം സ്വീകരിച്ച ആൾ ഏകദേശം 30 ദിവസത്തിനുള്ളിൽ ഈ ട്രാൻസാക്ഷൻ അറിയിച്ചില്ലെങ്കിൽ അപ്പോൾ എന്താ പ്രശ്നം ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ പറ്റും. അത് ഇല്ലീഗലാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ പറയുക ഇവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിനു ശേഷം ആ അക്കൗണ്ടിലെ എല്ലാ പണങ്ങളും സർക്കാരിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള അവരുടെ മൊത്തം പ്രോപ്പർട്ടീസ് അവർക്ക് എന്തൊക്കെ സ്വത്തുക്കളുണ്ടോ ഇന്ത്യയിൽ ആ സ്വത്തുക്കളൊക്കെ സർക്കാരിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട ഒരു നിയമമാണ് ഈ FCRA അണ്ടറിൽ വരുന്നത്. അത് നല്ലൊരു കാര്യമാണ് ആൾക്കാർക്ക്. അതായത് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു ബില്ല് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ മെത്രാന്മാർ വലിയ രീതിയിൽ ചന്ദ്രഹാസം മുഴക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹവും ഇവിടുത്തെ സുഡാപ്പികളുടെ പ്രചാരണത്തിൽ വീഴരുത്. അതായത് മുമ്പ് 50% മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റൂ, 50% അവർ പുട്ടടിക്കും. പക്ഷേ ഇപ്പം 20% മാത്രമേ അവർക്ക് പുട്ടടിക്കാൻ പറ്റൂ, 80% വേണ്ടി സ്പെൻഡ് ചെയ്യണം. സ്പെൻഡ് ചെയ്യുന്ന ആർക്കാ ലാഭം? ഇവിടെ സാധാരണക്കാർക്ക്. അവർ എന്തൊരു ഇതിന് വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത്, ഏത് ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് പുതിയ അമെൻമെൻറ്റ് ബില്ലിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ടെമ്പററി ആയിട്ട് ഫ്രീസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തിരുവല്ലയിൽ അനൂപ് ആന്റണി ജോസഫിനെയും പാലായിൽ ഷോൺ ജോർജിനെയും പിന്നെ പൂഞ്ഞാറിൽ PC ജോർജിനെയും പിന്നെ നമ്മുടെ ജോർജ് കുര്യനെ ഈ 4 ആൾക്കാരെയും ജയിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ സഭാ നേതൃത്വത്തിനും ക്രിസ്ത്യൻ സമൂഹത്തിനും ഒരു പാലമായിട്ട് BJPയിലേക്കുള്ള പാലമായിട്ട് അത് വർത്തിക്കും. അപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഫ്രീസ് വെച്ചിരിക്കുന്നില്ലേ, അതായത് 20% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസ് ചെയ്തിരിക്കുന്നില്ലേ, അത് വേണമെങ്കിൽ ഒരു 40% ആക്കി വേണമെങ്കിൽ ഉയർത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഷപ്പുമാരും ഇത്തരം ഈ NGOസിനെയും സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും BJPക്ക് ഒരിക്കലും ഇത്തരം സംഘടനകൾ ആവശ്യമില്ല. നേരെ മറിച്ച് ഇത്തരം സംഘടനകൾക്ക് BJP ആയിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് അവർക്ക് നല്ലത്. കാരണം എന്ന് വെച്ചാൽ കേന്ദ്ര ഭരണമുണ്ട്, പല കാര്യങ്ങളും എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം സംഘടനകൾക്ക് കേന്ദ്രം ഭരിക്കുന്ന BJP ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതായത് ഇന്ത്യയിലെ മൊത്തം പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ 80% ഹിന്ദുസാണ്. അത് ചുരുക്കം ചില പെർസെൻറ്റേജ് മാത്രമേ ക്രിസ്ത്യൻ സമൂഹമുള്ളൂ. പക്ഷേ BJP ക്രിസ്ത്യൻ സമൂഹത്തിനോട് കാണിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് നൽകുന്ന പരിഗണന വേറൊരു പാർട്ടിയും ഇവിടെ പറയുന്ന മതേതരത്വം പ്രസംഗിക്കുന്ന കോൺഗ്രസ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും വലിയ പാർട്ടിയെ ഇത്രയും വലിയ ചെറിയൊരു സമൂഹത്തിന് നൽകുന്ന പരിഗണന അവർ കണ്ടില്ല എന്നടിച്ച് BJPക്ക് എതിരെ വോട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത്, അതായത് കോൺസിക്വൻസ് ഇതൊക്കെ ആയിരിക്കും എന്നത് ശരിക്കും പറയാതെ പറയുകയാണ് കേന്ദ്ര സർക്കാർ. അതിനുവേണ്ടി തന്നെയാണ് ഇലക്ഷൻ കഴിയുന്നവരെ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ FCRA അമെൻമെൻറ്റ് ബില്ല് ഇപ്പോൾ അത് ചർച്ചയ്ക്ക് എടുക്കാതിരിക്കുന്നത്, ടെമ്പററി ആയിട്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒറ്റ കാരണം തന്നെയാണ് വോട്ട് പെട്ടിയിൽ BJPക്ക് വീഴുന്നുണ്ടോ എന്നതിനനുസരിച്ചിരിക്കും ഈ ബില്ലിൻ്റെ ഭാവി. അല്ലെങ്കിൽ ഇപ്പോൾ 20% അതുമാതിരി തുടരും. ഇൻ കേസ് BJP എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 20% എന്നില്ല, ഈ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് 20% എന്നില്ല, അത് 40% ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ട് അതായത് ഉഡായിപ്പ് കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സഭാ നേതൃത്വത്തിനെതിരും ഈ ബിഷപ്പിനെതിരെതിരും ഇത്തരം സംഘടനകൾക്കെതിരേക്ക് നീട്ടിവെച്ച ഒരു വലിയ ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ് BJP ഇവർക്ക് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ എന്തിനാലും ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഈ ബില്ല് അവിടെ പാർലമെൻറ്റ് 2 ഹൗസിലും പാസ്സാക്കിയെടുത്ത് ഇത് അവർക്ക് പുഷ്പം പോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അറിയാം. അതിന് പ്രാപ്തിയുള്ള ആൾക്കാർ തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും നമുക്കതിന് വെയിറ്റ് ചെയ്യാം. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.